ഇതെന്താ ഒന്നും കഴിക്കുന്നില്ലേ? വേണ്ട വേണ്ട, കഴിക്കാൻ നിന്നാ വൈകും. 9 മണിക്ക് DIG സ്റ്റേഷനിലെത്തും. പുള്ളിയാണെങ്കിൽ ആളൊരു ചൂടനാ. ഇവിടെ വന്നിട്ട് ഒരു ദിവസമെങ്കിലും മനസമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടോ? ഇപ്പൊ നോക്കിയാൽ ഈ തിരക്കും ടെൻഷനും തന്നെ. നന്ദേട്ടാ, നമുക്ക് വേറെ എവിടേക്കെങ്കിലും ഒരു ട്രാൻസ്ഫർ വാങ്ങിയാലോ? പിന്നെന്താ, എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് ട്രാൻസ്ഫർ തരാൻ എന്റെ അമ്മായിയപ്പനല്ലേ ഹോം മിനിസ്റ്റർ. മനുഷ്യരെക്കാൾ കൂടുതൽ മൃഗങ്ങളുള്ള കാട്ടുപ്രദേശത്തല്ലേ താമസം. സ്വഭാവത്തിൽ അത് കാണാതിരിക്കില്ല. ഓ അത് ശരി. അപ്പൊ എനിക്ക് മൃഗത്തിന്റെ സ്വഭാവമാണെന്നാണ് നീ പറയുന്നത്? ഏയ്, എന്ന് ഞാൻ പറഞ്ഞില്ല. കുറെ നാളും കൂടി ഇവിടെ കഴിയേണ്ടി വന്നാ എനിക്കും ഈ സ്വഭാവം പകരുമെന്ന് പറഞ്ഞതാ. മനസ്സിലാവുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എന്നെ ഏൽപ്പിക്കുന്ന ജോലികൾ ചെയ്യാൻ ബാധ്യസ്ഥനാണ് ഞാൻ. അതിൽ റിസ്കിന്റെയും ബുദ്ധിമുട്ടിന്റെയും കാര്യം ഞാൻ ആലോചിക്കാറില്ല. ഇപ്പൊ എന്റെ ലക്ഷ്യം മാധവൻകുട്ടിയാണ്. ഏത് പാതാളത്തിൽ ഒളിച്ചാലും ഞാൻ അവനെ പിടിക്കും. ചിലപ്പോ ജീവനോടെ അല്ലെങ്കിലും. ഉച്ചയ്ക്ക് ഞാൻ വരില്ല, നീ എന്നെ കാത്തിരിക്കണ്ട. ഊണ് കഴിച്ചോളൂ. ആമിന, ഒറ്റയ്ക്ക് നിന്നാണോ തുണി തിരുമുന്നത്? ഒറ്റയ്ക്ക് നിന്നാ വല്ലരും പിടിച്ചോണ്ട് പോവാ. വല്ല കാട്ടുമൃഗങ്ങളും വന്നാൽ ആമിനയ്ക്ക് പേടിയാവൂലേ? എന്നിട്ട് നിങ്ങളെ കണ്ടിട്ട് ഞമ്മള് പേടിച്ചില്ലല്ലോ. ആമിനയുടെ തമാശ കേൾക്കാൻ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയാമോ? അലക്ക് നിർത്തിയിട്ട് വേഗം കുളിക്കാൻ നോക്ക്. ആരെങ്കിലും വരുന്നുണ്ടോ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ മര്യാദയ്ക്ക് ഇവിടുന്ന് പോണുണ്ടാ? നമ്മൾ 2 ജാതി ആയതുകൊണ്ടാ ആമിനയ്ക്ക് പേടി. അതൊരു പ്രശ്നമേ ഇല്ല. ഹിന്ദു മുസ്ലിം മതമൈത്രിയുടെ ഒരു മനുഷ്യ ചങ്ങല നമുക്ക് സൃഷ്ടിക്കും. അയ്യോ, ജാതി മാറുന്ന സ്നേഹിക്കവര് മോന്ത നായിന്റെ മോൻ ഇനങ്ങാന്റെ മോളെ പിന്നാലാണ് എന്റെ എല്ലാവരും മനുഷ്യനെ പോവാൻ പറഞ്ഞപ്പോ പിന്നെ നിൽക്കണം. ഈ കാര്യത്തിൽ മൂസാക്കെ ഞങ്ങൾ അനുഗ്രഹിക്കണം. ഇങ്ങനെയൊക്കെ മൂസാക്കെ സഹായിക്കാൻ പറ്റൂ. കാരണം നായിന്റെ മോളെ ഇനെങ്ങാനും എന്റെ മോളെ പിന്നാലെ നടന്നില്ലെങ്കിൽ ഒരു ഒറ്റടിക്കാൻ മയ്യത്തിയാണ് എടുക്കും കേട്ടോ. കയ്യെന്ന് വിടൂ അമ്മു. മാമ, ഈ ചേച്ചിക്ക് മാമിന്റെ അടുത്ത് പോയാൽ നാണമാ. മാമിൽ തരാൻ ഈ ചേച്ചി ഒരു കൂട്ടം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ? ഒരു ഓയിന്റ്മെന്റാ. ഇത് പുരട്ടിയ മുറിവ് പെട്ടെന്ന് ഉണങ്ങുന്നു പറഞ്ഞപ്പോ അമ്മു പിന്നെ എന്നെ ഇവിടെ നിർത്തിയില്ല. അങ്ങോട്ട് പുരട്ടി കൊടുക്ക ചേച്ചി. മാമിന് കൈ പാടില്ലാത്തതല്ലേ? വേണ്ടമോ, മാമൻ തന്നെ പുരട്ടിക്കൊള്ളാം. എന്താ ഇത്? രമണി കൊണ്ട് തന്നതാ. ആഹാ, എന്റെ മരുന്ന് ഫലിക്കുന്നില്ലെന്ന് തോന്നിയോണ്ടാണോ നീ വേറെ മരുന്ന് കൊണ്ട് കൊടുത്തത്? അവിടെ വേലായുധ പെരുമാൾ വരുന്നു. ആശാനെ. ഓ എന്താ വരെ കുട്ടി? ഒരു മണി ഓർഡർ ഉണ്ട്. തിരിച്ചയക്കാനോ? എന്ത് പറ്റി? വേണ്ടടോ, ഇനി ഈ പണം എനിക്ക് വേണ്ട. അപ്പൊ കൈപ്പറ്റുന്നില്ല. എന്താ മണി ഓർഡർ തിരിച്ചയച്ചത്? അത് വേണ്ടെന്ന് വെച്ചു. അതെന്താ? ഈ ജോലി ചെയ്ത് കിട്ടുന്ന കൂലിക്ക് അധ്വാനത്തിന്റെ ഫലം എന്നാണല്ലോ പറയാ. ഇതുവരെ അധ്വാനം ഇല്ലാതെ ഒരു നിമിഷം കൊണ്ട് ചെയ്തു തീർക്കുന്ന ക്രൂരകൃത്യത്തിനുള്ള കൂലിയാ. ഞാനൊരു സെൻട്രൽ ജയിൽ ജീവനക്കാരനാ. സെൻട്രൽ ജയിലിൽ എന്ത് ജോലിയാ? ഈശ്വരൻ വിചാരിക്കുന്നതിലും വേഗം മനുഷ്യജീവൻ ഒടുക്കുന്നയാളാ. ഞാനൊരു ആരാച്ചാരൻ. ആരാച്ചാരെന്ന് കേട്ടപ്പോ തനിക്ക് പേടി തോന്നുന്നുണ്ടല്ലേ? മനസ്സുണ്ടായിട്ട് ചെയ്യുന്ന ജോലി അല്ല രാഘവ, പാരമ്പര്യമായിട്ട് കിട്ടിയതാ. ഓരോരുത്തരെ തൂക്കിലേറ്റുമ്പോഴും ആരാച്ചാരന്മാരുടെ മനസ്സിന് കരുത്തും ധൈര്യം കിട്ടുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ എന്റെ കാര്യം നേരെ മറിച്ചാ. ഇനി എനിക്ക് തൊഴിൽ ചെയ്യാൻ വയ്യടോ. തനിക്കറിയാവോ, ഒരുപാട് പേരുടെ കഴുത്തെ കറുത്ത തുണിയും കയറും കെട്ടിയവനാ ഞാൻ. അന്നൊന്നും എനിക്ക് ഒരു വിഷമം തോന്നിയില്ല. പക്ഷേ ഈ അടുത്ത കാലത്ത് ഒരാളുടെ ജീവൻ ഞാൻ ഒടുക്കി. ഒരു മമ്മാലുടെ. വലിയ കുറ്റമാണ് അവൻ ചെയ്തത്. പക്ഷെ കഴുത്തെ കയറിട്ടപ്പോ എന്റെ ഉമ്മായും കുഞ്ഞുമോളെയും കാണണമെന്ന് പറഞ്ഞ അവൻ പൊട്ടിക്കരയായിരുന്നു. കറുത്ത തുണിക്കുള്ളിൽ ഞെരിഞ്ഞമർന്ന മമ്മാലുടെ കരച്ചിൽ കേട്ടിട്ട് അവന്റെ ആരുമല്ലാത്ത ഞാൻ പോലും തകർന്നു പോയിടോ. അന്ന് ഞാൻ തീരുമാനിച്ച മേലില്ല കയറി ഞാൻ തൊടില്ല. ആ കാശും എനിക്ക് വേണ്ട.